അപ്പം ഇയാളുടെ കയ്യിൽ ലൈഫ് ലൈനിൽ ബ്രേക്ക് കണ്ടു, ലൈഫിന് പിന്നെ പ്രശ്നമാണെന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ പ്രശ്നം വരാൻ പോണെന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ നോക്കുക, ഈ മൗണ്ട് നമുക്ക് നമ്മളുടെ ലെങ്സ് റിലേറ്റഡ് ഈ മൗണ്ട്സിന്റെ ഉയർച്ച താഴ്ചകളുടെ വേരിയേഷൻ ബേസ് ചെയ്തുകൊണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് പറയാൻ പറ്റും. ലാസ്റ്റ് പാർട്ട് ഡയബറ്റിക്, ബ്ലഡ് ഷുഗർ ബേസ് ചെയ്തിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ്. കയ്യിൽ കാക്കപ്പുള്ളി ഉള്ളത് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സൈനാണ്. അതിന്റെ പ്രഡിക്ഷൻ വേരീസ് ഫ്രം ദ വിച്ച് മൗണ്ട് വി ആർ സീയിങ് ദ ബ്ലാക്ക് സ്പോട്ട്. എനിക്കിവിടെ ഒരു കാക്കപ്പുള്ളി ഉണ്ട്. എന്റെ കൈ എന്ത് കയ്യാ? താങ്കളുടെ കൈ ബേസിക്കലി ഒരു കോണിക്കൽ ഹാൻഡ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഈ കോണിക്കൽ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഈ കോണിക്കൽ ഹാൻഡും സ്ക്വയർ ഹാൻഡും ആൾമോസ്റ്റ് കുറച്ച് സിമിലാരിറ്റി വരും. നമുക്ക് അതിനെ കുറച്ചും കൂടെ അനലൈസ് ചെയ്ത്, ഇപ്പോൾ ഒരു കോണിക്കൽ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഈ താങ്കളൊരു കലാകാരമായിട്ടുള്ള രീതി, പക്ഷെ താങ്കളുടെ നെയിൽസ് കാണിക്കുമ്പോൾ ആ ബദാമിന്റെ ഇതുപോലെയുള്ള ഒരു നീണ്ട നെയിൽസ് ആയിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ നീണ്ട നെയിൽസ് ആയിട്ട് കാണുമ്പോൾ അവിടെ ഒരു കലാപരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു കോണിക്കൽ ഹാൻഡ് എന്നുള്ള ലെവലിൽ എടുക്കാം. ചട്ടുകഹസ്തം എന്ന് പറയാം അതിന്. ഷേപ്പ് നമ്മുടെ കൈയുടെ ഫിംഗേഴ്സിന്റെ ഷേപ്പ്, ഫിംഗേഴ്സിന്റെ ലെങ്തും കൈയുടെ ലെങ്തും തമ്മിലുള്ള വേരിയേഷൻസ്. then if you draw a line like this, how come it looks like, and that should be an advanced way of analyzing. ഇതിപ്പോ ഒരു 1000-ഓ 10,000-ഓ കൈകൾ നോക്കിയാൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ആൾ ഓഫ് എ സഡൻ നമ്മൾ കൈ കണ്ടു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റും. അത് ടൈപ്പ് ഓഫ് ഹാൻഡ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ഒരു പ്രൈമ ഫേസ് നമ്മൾ കണ്ട ഉടനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വി ഹാവ് ടു സീ ലോട്ട് ഓഫ് ഹാൻഡ്സ്. അപ്പോൾ നമുക്കറിയാം, ഓ അത് കോണിക്കലാണ്, ഇത് കറക്റ്റ് ആണ്, ഇത് സ്ക്വയർ ആണ്. ഈ സ്ക്വയറും കോണിക്കലും എപ്പോഴും നമുക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കലാവസ്ഥയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഫിംഗേഴ്സിന്റെ രീതികളും ഫിംഗേഴ്സിന്റെ ഇതെല്ലാം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്റെ കോണിക്കൽ ഹാൻഡ് ആണ്. കോണിക്കൽ ഹാൻഡ് ആണ്. അപ്പൊ എന്താണ് സാർ ഈ കോണിക്കൽ ഹാൻഡിന്റെ പ്രത്യേകത എന്താണ്? കോണിക്കൽ ഹാൻഡിന്റെ പ്രത്യേകത കോണിക്കൽ ഹാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ബേസിക്കലി അവർ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബല്ലായിരിക്കും അവർ ഇൻവോൾവ് ചെയ്യുക. ഇപ്പോൾ ദോശ ചൂടുന്ന ആളായാലും പ്രൊഡക്ഷൻ റിലേറ്റഡ്, ഒരു ഹോട്ടലിൽ ഒരു തട്ട് കട നടത്തി കഴിഞ്ഞാൽ പോലും അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. ഇനി ഒരു ഹൈ ലെവൽ ഒരു മാസ് പ്രൊഡക്ഷൻ വരുന്ന ഒരു മാനുഫാക്ചറിങ് കൺസേണിന്റെ CEO ആണെങ്കിലും ഇറ്റ്സ് എ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. ദേ ക്യാൻ സ്റ്റാർട്ട് ദെയർ ഓൺ സ്റ്റാർട്ടപ്പ് ആൻഡ് ദാറ്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഡൂയിങ് സംതിങ് ആസ് ന്യൂ. ഓക്കെ, സാറിന്റെ ഹാൻഡ് ഏത് ഷേപ്പിലാണ് വരുന്നത്? എന്റെ ഹാൻഡ് പ്യൂർലി കോണിക്കൽ തന്നെയാണ്. കോണിക്കലാണ്. ഓക്കെ, കാരണം കലാഹസ്തം വരുന്ന ആൾക്കാർ കലാപരമായിട്ട് പോവും. അവർക്ക് ഒരിക്കലും അനലിറ്റിക്കൽ കപ്പാസിറ്റി കുറവായിരിക്കും. അവർ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേറെ ആളെ ഹീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ക്രിയേറ്റിവിറ്റി മാത്രമേ അവർ ഹൃദയം കൊണ്ടാണ്, അവരെല്ലാത്തിനെയും ഹൃദയം കൊണ്ട് കാണുന്നവരാ. നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. മൈൻഡിനെയും ഹൃദയത്തിനെയും നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിൽ ബി ഹാവ് എ കൺട്രോൾ ഓവർ മൈൻഡ്. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. വെൻ യു ഗെറ്റ് എ കൺട്രോൾ ഓൺ യുവർ മൈൻഡ് യു ബിക്കെയിം ടോപ്പ്. അവിടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ രേഖകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു പോയൊരു പോയിന്റ് ആണ് മൗണ്ടുകൾ. എന്താണ് ഈ മൗണ്ടുകൾ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാഗങ്ങളെയാണോ മൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്? എക്സാക്ട്ലി ട്രൂ. മൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറയത്തില്ലേ, ഓരോ ഗ്രഹങ്ങൾക്കും നമ്മുടെ കയ്യിൽ ഓരോ പ്ലേസ് ഉണ്ട്, ഓരോ സ്ഥാനമുണ്ട്. നമ്മുടെ ഹൊറോസ്കോപ്പ് ചാർട്ടിൽ 12 രാശിചക്രങ്ങളിൽ ഓരോ ഗ്രഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ദർ വിൽ ബി എ സ്പെസിഫിക് പ്ലേസ് ഇൻ ദ ഹാൻഡ്സ് ഫോർ ഈച്ച് ആൻഡ് എവറി പ്ലാനറ്റ്. സേ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദ ഇൻഡെക്സ് ഫിംഗർ. നമ്മൾ പോയിന്റ് ചെയ്യുന്ന ഫിംഗറാണ്. ദെൻ നമ്മൾ അതോറിറ്റിക്കലി നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻഡെക്സ് ഫിംഗർ. ഞാൻ ഇത് പറയുന്ന കൂട്ട് ഈ പറയുന്ന മൗണ്ട്സുകളെ പറയുന്നതിനോടൊപ്പം തന്നെ ഈ മെഡിക്കൽ പാമിസ്ട്രി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. അതൊരു സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പാമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് രോഗങ്ങൾ നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. അതും കൂടെ ഞാൻ ഒന്ന് ക്ലബ് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്. മൗണ്ടുകൾ മാത്രമല്ല, ലൈൻസ്, മൗണ്ട്സ്, നെയിൽസ്, shape of the hands, the way he is showing his palm, the temperature of the palm, lot of things. നമ്മൾ ഒരു ലൈൻ കണ്ടത് മാത്രം ആയുർരേഖയിൽ ബ്രേക്ക് വന്നതുകൊണ്ട് അയാൾ മരിക്കാൻ പോകുന്നൊന്നും കയറി പറഞ്ഞേക്കരുത്. ഹൃദയരേഖയിൽ ബ്രേക്ക് വന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകണമെന്ന് പറയരുത്. കാരണം വി ഹാവ് ടു ലുക്ക് ഇൻ ടു അതർ സയൻസ് ആസ് വെൽ. ഒരു വലിയ കോംപ്ലിക്കേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്ന ഒരു രേഖ അയാളുടെ കയ്യിലും ഉണ്ടാവും.
അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലൈഫ് ലൈനിൽ ഇപ്പോൾ അത് ചോദിച്ചുകൊണ്ട് അതും കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് ലൈൻ നമ്മൾ പറഞ്ഞു ആയുർരേഖ നമ്മുടെ ജീവ-ഊർജ്ജത്തിനെയും നമ്മുടെ ആയുസിനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നു പറയുന്നത്. ആയുർരേഖയ്ക്ക് സമാന്തരമായ ഒരു ലൈൻ സാധാരണ ചില പ്രത്യേക ആൾക്കാരുടെ കയ്യിൽ കാണും. അതിന് പറയുന്ന പേരാണ് ഏഞ്ചൽ ലൈൻ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ തുണരേഖ എന്ന് പറയും. ദാറ്റ് ഈസ് കാൾഡ് സപ്പോർട്ട് ലൈൻ. If the person have a support line, whatever the negativity happen in the lifeline doesn't bother us, doesn't affect that person. ആ പേഴ്സൺ അത് അഫക്റ്റ് ചെയ്തില്ല, ബിക്കോസ് ഹി ഈസ് ഗെറ്റിംഗ് ദ ഹെൽപ്പ് ഫ്രം ദ ആൾമൈറ്റി. അദ്ദേഹം കടലിന്റെ നടുക്കാണെങ്കിൽ പോലും അവിടെ ഒരു ഹെലികോപ്റ്ററിൽ ഒരു കയർ കൊണ്ടിട്ട് കൊടുക്കും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ. അത്രയും ആ ഒരു ഡിവൈൻ എനർജി എപ്പോഴും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇയാളുടെ കയ്യിൽ ലൈഫ് ലൈനിൽ ബ്രേക്ക് കണ്ടു, ലൈഫിന് പിന്നെ പ്രശ്നമാണെന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ പ്രശ്നം വരാൻ പോകണമെന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ നോക്കുക അദ്ദേഹത്തിന് സപ്പോർട്ട് ലൈൻ ഉണ്ടോ, അദ്ദേഹത്തിന് ഏഞ്ചൽ ലൈൻ ഉണ്ടോ, എങ്കിൽ സേഫ് ആണ്. അപ്പം നമ്മൾ ഇത് ഫുൾ, അതുകൊണ്ടാണ് അല്പ അറിവ് ഡേഞ്ചർ ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഒരിക്കലും നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ തമിഴിൽ പറയുന്ന പോലെ അറിഞ്ഞത് കയ്യോളം അറിയേണ്ടത് കടലോളം എന്ന് പറയും. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അറിവെന്ന് അരിസ്റ്റോട്ടിലും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അറിവില്ലായ്മ, എന്നെ സംബന്ധിച്ചോളം ഓരോ കൈകളും എനിക്ക് ഓരോ ശില്പങ്ങളെ പോലെ ഓരോ ലെസൺസ് ആണ്. പേരും ശില്പ എന്നാണ്. ശില്പങ്ങളെ പോലെ ഓരോ ലെസൺസ് ആണ്. അപ്പം നമ്മൾ ഓരോന്നും ഒരു പുതിയ അറിവുകളാണ്. നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, നമുക്ക് ആ ക്യൂരിയോസിറ്റി വിടാണ്ടായിരിക്കണം നമ്മൾ കണക്ട് ആകേണ്ടത്, നമ്മൾ അത് അനലൈസ് ചെയ്യേണ്ടത്. മൗണ്ടുകളെ കുറിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ചൂണ്ട് വിരൽ എന്ന് പറയുന്ന നമ്മൾ ഓർഡർ ചെയ്യുന്ന വിരൽ. ഇൻഡെക്സ് ഫിംഗറിന് താഴെ വരുന്ന ഈ പറയുന്ന മൗണ്ടിനെ നമുക്ക് ഗുരുമേട് അല്ലെങ്കിൽ ഗുരു മൗണ്ട് അല്ലെങ്കിൽ ജുപ്പിറ്റർ മൗണ്ട് എന്ന് പറയാം. വ്യാഴമണ്ഡലം എന്നാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വ്യാഴമണ്ഡലം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമ്മുടെ ഗുരുത്വം. എങ്ങനെയാണ് ആ വ്യക്തി ആൾക്കാരുടെ അടുത്ത് ഡീൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടോ, ദൈവാധീനമുണ്ടോ, എത്രത്തോളം പ്ലസൻ്റ് ആയിട്ട് കാര്യങ്ങൾ. ഒരു സാത്വികമായ മൗണ്ട് കൂടെയാണ്, സത്വഗുണത്തിൻ്റെ ഒരു ഗ്രഹം കൂടെയാണ് നമ്മുടെ വ്യാഴൻ. നമ്മുടെ ദൈവാധീനം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ പൊസിഷൻ വെച്ചാണ് ഗ്രേറ്റ് ആസ്ട്രോളജേഴ്സ് അനലൈസ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ഈ മൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി രോഗാവസ്ഥയിൽ ഈ മൗണ്ട് നമുക്ക് നമ്മളുടെ ലങ്സ് റിലേറ്റഡ് ഈ മൗണ്ട്സിൻ്റെ ഉയർച്ച താഴ്ചകളുടെ വേരിയേഷൻ ബേസ് ചെയ്തുകൊണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് പറയാൻ പറ്റും. ലങ്സ് റിലേറ്റഡ് ഡസ്റ്റ് അലർജി, ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഈ പറയുന്ന അസുഖങ്ങൾ മൗണ്ട് ഓഫ് ജുപ്പിറ്റർ നമ്മുടെ ചൂണ്ടുവിരൽ. ഇതിനെയാണ് നമ്മൾ ഓർഡർലി ആയിട്ട് കാര്യങ്ങൾ യു ഹാവ് ടു ഡു ദിസ്. നമ്മൾ ഓർഡർ, നമ്മൾ ഒരാളുടെ മേലെയുള്ള അധികാരം. ആൻഡ് ദിസ് ആൾസോ റെപ്രസെന്റ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റി. ദ ലെങ്ത് ഓഫ് ദിസ് ഫിംഗർ ഈസ് ലിറ്റിൽ ബിറ്റ് മോർ ദാൻ ദി ഇൻഡെക്സ് ഫിംഗർ. ദാറ്റ് പേഴ്സൺ ഹാവ് എ എന്താ പറയുക leadership capacity. He can, unless this finger has been much lesser than the ring fingerനെക്കാൾ ഇൻഡെക്സ് ഫിംഗർ ഒത്തിരി കുറവാണെങ്കിൽ he can't be orderly to the person, he can't command to the person, he doesn't have a leadership quality. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാം. പിന്നെ ഈ മൗണ്ട് കൂടുതൽ തടിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈഗോ കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വ്യാഴൻ ഒരു സാത്വിക ഗുണമുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ അത് ആ മൗണ്ട് നന്നായി ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സാത്വികമായ ഗുണങ്ങളും സാത്വിക വിചാരങ്ങളും നല്ല മനസ്സിനുടമയും ഒക്കെ ആകാനുള്ള സാധ്യത. അതിൽ മൗണ്ട്സ് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്താലുള്ള നെഗറ്റിവിറ്റിയും അധമമായിരുന്നാലും നമ്മൾ മറ്റു ചില കാര്യങ്ങളും നോക്കിയിട്ട് ആ രോഗാവസ്ഥകളും കാര്യങ്ങളും പറയണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെക്സ് ഫിംഗറിന് താഴെയുള്ള ജുപ്പിറ്റർ മൗണ്ട് അല്ലെങ്കിൽ ഗുരുമണ്ഡലം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാമ്പ് വിരൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഫിംഗർ ആണ് മിഡിൽ ഫിംഗർ. നമ്മൾ പഞ്ചഭൂത തത്വങ്ങൾ, ആകാശ തത്വമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതിനകത്ത് പാമിസ്ട്രിക്കകത്ത് നമ്മുടെ മിഡിൽ ഫിംഗറിന് താഴെ വരുന്ന മൗണ്ടിനെ സാറ്റേൺ മൗണ്ട് എന്ന് പറയും. ശനി മണ്ഡലം. ശം ശനീശ്വരായ നമ. ഗ്രഹങ്ങളിൽ ഈശ്വര സങ്കല്പമുള്ള ഒരു ഗ്രഹമാണ് ശനീശ്വരൻ. കർമ്മങ്ങൾ, നമ്മുടെ കർമ്മത്തെക്കുറിച്ചിട്ട്, നമ്മുടെ പ്രീവിയസ് ബർത്ത് കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നത് ഇവിടെയാണ്. ഈ മൗണ്ട്സ് ബേസ് ചെയ്തിട്ട് സാറ്റേണുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു താമസികമായിട്ടുള്ളൊരു ഗ്രഹം കൂടെയാണിത്. അപ്പോൾ ഈ ഒരു സാറ്റേൺ മൗണ്ട്സ് ബേസ് ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക്
വാദസംബന്ധമായ അസുഖങ്ങളെ കുറിച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ. വാദസംബന്ധമായ അസുഖങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയാൻ പറ്റും. അപ്പം ഈ ഒരു ഏരിയാസിൽ നമുക്ക് ആ വ്യക്തി എത്രത്തോളം ലോ ഓഫ് കർമ്മയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു, ആ മൗണ്ട്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇതിന് കുറച്ച് കൂടുതൽ തലങ്ങളുണ്ട്. നമുക്ക് സമയം പരിധി കൊണ്ട് നമുക്ക് അടുത്ത മൗണ്ടിലോട്ട് പോകാം. എന്നിട്ട് ഇതിന് ടൈം നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച്, ഇതൊക്കെ നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റുന്ന ഓരോ മൗണ്ടുകളാണ്. ഓക്കെ. നമ്മൾ റിങ് ഇടുന്ന ഫിംഗർ, റിങ് ഫിംഗർ എന്ന് പറയുന്നത് നമ്മൾ സ്വർണം ധരിക്കുന്ന ഫിംഗർ, നമ്മളെപ്പോഴും വെഡ്ഡിങ് റിംഗ് ഒക്കെ ഇടുന്ന റിംഗ് ഫിംഗറിന് താഴെയുള്ള മണ്ഡലത്തിനെ സൂര്യമണ്ഡലം എന്ന് പറയും. സൺ മൗണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. സൺ മൗണ്ടിലാണ് നമുക്ക് സൺലൈൻ വന്ന് കയറുന്നത്. അത് ധനരേഖ എന്നൊക്കെ പറയും, ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയും. നമുക്ക് അവിടെ കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ, കാഴ്ച, സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അല്ലേ. ബിക്കം ഡാർക്ക്. We can't see anything without the sun, presence of sun. So this is very important, and this represent അവരുടെ ഒരാളെ intuitive power. ഈ നമ്മൾ കാണുക എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ നമ്മൾ കാണുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് കൂടെ ഉണ്ട്. നമ്മൾ ആ വ്യക്തിയെ കണ്ടതുപോലെ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വ്യക്തിയെ അതാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ആ കഴിവും ഈ മൗണ്ടിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളെല്ലാം ഈ മൗണ്ട്സുമായിട്ട് ബന്ധപ്പെടുത്തി നേത്ര രോഗങ്ങൾ, ചൂട്, ഇവിടുത്തെ അടിസ്ഥാനപരമായി സൂര്യൻ ചൂടിനെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ദഹനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇതിനെ കൊണ്ട് പറയാം. കൂടുതലും കണ്ണാണ് പറയുന്നത്, വിഷ്വൽസ്. ഓക്കെ. അപ്പോൾ സൺ മൗണ്ട് വളരെ ധനപരമായിട്ടുള്ള കാര്യങ്ങളും ഗോഡ്സ് ഗ്രേസും ഒക്കെ പറയുന്നു. ഇത് ഒരു രജസിക് ക്വാളിറ്റിയാണ് എങ്കിൽ പോലും അവിടെ സാത്വികമായിട്ടും സൂര്യൻ എല്ലാ ഗ്രഹങ്ങളുടെയും സെന്റർ ഓഫ് ഇതായത് കാരണം അവിടെ സാത്വികവും രജസിക്കും ഒക്കെ പറയാം. ബേസിക്കലി രജസിക് ആണത്. ഓക്കെ. ഇനി കുട്ടി ഫിംഗർ, നമ്മുടെ പിങ്കി ഫിംഗറിന് താഴെ വരുന്ന മൗണ്ടിനെ നമുക്ക് മെർക്കുറി മൗണ്ട് അല്ലെങ്കിൽ ബുധമണ്ഡലം എന്ന് പറയാം. അപ്പോൾ ബുധൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ബുധൻ ആൾവേസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെയാണ്. നമ്മൾ എത്രത്തോളം ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. ഈവൻ ദ ലെങ്ത് ഓഫ് ദി ലിറ്റിൽ ഫിംഗർ ആൾസോ ഇൻഡിക്കേറ്റ് ഈസ് ഐക്യു ചെക്ക് ചെയ്യാൻ വേണ്ടി പോലും ഇപ്പോൾ ചില വ്യക്തികൾ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതിയാൽ IAS പോലെയുള്ള ചില കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ അവന് വിജയിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ ടീച്ചർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലിറ്റിൽ ഫിംഗറിന്റെ ലെങ്ത് നമ്മുടെ റിംഗ് ഫിംഗറിന്റെ ലാസ്റ്റ് പാർട്ടിനെക്കാളും ഉയരമുണ്ടെങ്കിൽ he will be a very good communicator. Okay. He can able to communicate the things in a very polite manner. The people can understand the logical things easily. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഫിംഗർ റെപ്രസെന്റ്. ഇത് നമ്മളുടെ നെർവ് സംബന്ധമായ ഡിസീസസ് എല്ലാം ഈ മൗണ്ടിന്റെ താഴത്തെ അവസ്ഥയെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ മൗണ്ട് നമ്മൾ പറയുമ്പോൾ വിട്ടുപോകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീലേഴ്സിന്റെ കയ്യിലൊക്കെ നമ്മളിപ്പോൾ പ്രാണിക് ഹീലേഴ്സ്, റെക്കി ഹീലേഴ്സ്, നമ്മളിപ്പം ആക്സസ് ബാർ ചെയ്യുന്നവർ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവരെ നമ്മൾ ഹീലേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, ആതുര സേവന രംഗത്തുള്ള ഡോക്ടേഴ്സ്, അവർക്കെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഇഫ് ദർ വിൽ ബി എ റിയൽ ഹീലർ ആണെങ്കിൽ അവർക്ക് ഈ മണ്ഡലത്തിൽ താഴെ വെർട്ടിക്കലായിട്ടുള്ള 3 രേഖകൾ ഈ മൗണ്ടിന്റെ താഴെ ഉണ്ടാവും. ചെറിയ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്. അത് ഹീലേഴ്സ് ലൈൻ എന്നാണ് പറയുന്നത്. ദേ ഹാവ് ദ പവർ ഓഫ് ഹീലിംഗ് അതേഴ്സ്. ദാറ്റ് ഷുഡ് ബി എ ഗുഡ് സൈൻ. ആൻഡ് അവർ ഡോക്ടർ ആകണമെന്നില്ല, പക്ഷെ നോർമലി ഡോക്ടറുടെ കയ്യിൽ ഉണ്ടാവണം. ചിലപ്പോൾ ഒരു ഡോക്ടറുടെ കയ്യിൽ ഉണ്ടാവില്ല, ഡോക്ടർ അല്ലാത്തൊരു കയ്യിലുണ്ടാവാം. അതിനാണ് നമ്മൾ കൈപുണ്യം എന്ന് പറയുന്നത്. ദൈവികമായി അവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ്റെ കൈകളൊന്ന് ടച്ച് ചെയ്തൊന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി വളരെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് പാമിസ്ട്രിയുടെ കൂടെ. അവിടെ നമ്മളെ സാന്ത്വനമായ ചില വാക്കുകൾ ആ വ്യക്തിക്ക് അവിടെ ഈ ഫിംഗറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് ഈ പറയുന്ന നെർവ് സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സും ഇഷ്യൂസൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ആണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത മൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചൊവ്വ മൗണ്ടാണ്. ചൊവ്വയ്ക്ക് 2 സ്ഥാനമുണ്ട്, 1-ാം ചൊവ്വയും 2-ാം ചൊവ്വയും. ജൂപ്പിറ്റർ മൗണ്ടിന് താഴെയും ഈ മെർക്കുറി മൗണ്ടിന് താഴെയും 2 സ്ഥാനങ്ങൾ ചൊവ്വയ്ക്കുണ്ട്. ചൊവ്വ ഭയങ്കര രജസിക്കായിട്ടുള്ള ചുവപ്പ് കളറാണ്, രജസിക്കാണ്. രക്തസംബന്ധമായ BP അങ്ങനെയുള്ള അസുഖങ്ങൾ, രക്തം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ ഈ മൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരാളുടെ രജസിക് ക്വാളിറ്റി, അയാൾ എത്രത്തോളം രജസിക്കാണ്, ആക്രമണകാരിയാണ്, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയും ആക്രമണകാരിത്വവും ഒക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയാം. ചൊവ്വ മൗണ്ടിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മൗണ്ട് ഓഫ് മാർസ്. അത് നമ്മൾ മാർസ് എപ്പോഴും ഒരു മസ്കുലിയൻ എനർജിയാണ്.
ഓക്കെ, അതിനെക്കുറിച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തം ഫിംഗറിന്റെ താഴെ വരുന്ന മൗണ്ടിനെയാണ് എന്ത് പറയുക? വീനസ് മൗണ്ട്, ശുക്രമണ്ഡലം. ശുക്രമണ്ഡലം സുഖഭോഗങ്ങളുടെ മണ്ഡലം എന്നാണ് പറയുന്നത്. ഭോഗങ്ങളുടെ ഒക്കെ തന്നെ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ്, മെറ്റീരിയൽ ലൈഫ്. ബേസിക്കലി ശുക്രമണ്ഡലത്തിനെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ സെക്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഒരാളുടെ സെക്ഷൽ പവർ എങ്ങനെയാണ് അപ്പം ഈ മണ്ഡലം സിംബലൈസ് ചെയ്യുന്നു. ഇപ്പൊ ലെസ്റ്റ് ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ്, നോട്ട് ഓൺലി ലെസ്റ്റ്, വാട്ട് എവർ ദ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് എല്ലാം ഈ മൗണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ തമ്പിനെ കുറിച്ചിട്ട് നമുക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല. ഇമ്പോർട്ടൻസ് ഓഫ് തമ്പിന് താഴെ വരുന്ന മൗണ്ട് ആയതുകൊണ്ട് ഈ തമ്പിനെ 3 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് റെപ്രസെന്റ് ദ വിൽ പവർ ഓഫ് എ പേഴ്സൺ, സെക്കൻഡ് പാർട്ട് റെപ്രസെന്റ് ലോജിക് ഓഫ് എ പേഴ്സൺ, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലവ് ആൻഡ് അഫക്ഷൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ക്രിയേറ്റീവ് ലെവൽ ഓഫ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുന്ന തേർഡ് പാർട്ട് ഇൻക്ലൂഡിങ് ദ മൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ STD പോലത്തെ ഉള്ള സെക്ഷലി ട്രാൻസ്ഫേർഡ് ഡിസീസസിന്റെ ചാൻസസ്, ഇപ്പോൾ ഇവിടെ കറുത്ത സ്പോട്ടൊക്കെ വരുവാണെങ്കിൽ ദർ വിൽ ബി എ ചാൻസ് ഓഫ് ദ പേഴ്സൺ സപ്പോസ് ടു ഹാവ് പ്രോബ്ലം വിത്ത് റിലേറ്റഡ് ടു ഓപ്പോണന്റ് ജെൻഡറിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അലിഗേഷൻസ്, അപവാദങ്ങൾ കേൾക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷലി ട്രാൻസ്ഫേർഡ് ആയിട്ടുള്ള ഡിസീസിനുള്ള ചാൻസസ്, ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ മൗണ്ടിൽ വരുന്ന ചില സയൻസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. രോഗാവസ്ഥയെ ഈ തള്ളവരലിന് താഴെ കാക്കാപ്പുള്ളി ഉണ്ടെങ്കിൽ അത് കാക്കപ്പുള്ളി കണ്ടതുകൊണ്ട് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ അനലൈസ് ചെയ്യണം. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് നമ്മൾ കയറി വിലയിരുത്തലൊന്നും പോകരുത്. ഞാനൊരു ഇൻഡിക്കേഷൻ പറഞ്ഞതാണ്. വാട്ട് എവർ തിങ് വി നീഡ് ടു ഗോ ഫോർ ദ ഡീറ്റെയിൽ അനാലിസിസ് ആൻഡ് ഡീറ്റെയിൽ ചെക്കപ്പ് ആൻഡ് കം ഇൻ ടു എ കൺക്ലൂഷൻ. ദീസ് ആൻഡ് ഓൾ ആർ ദ ഇൻഡിക്കേഷൻസ്. ആ ഇൻഡിക്കേഷനെ നമ്മൾ നല്ലിഫൈ ചെയ്യുന്ന വേറെ എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്നും കൂടെ നമ്മൾ അനലൈസ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു മൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേഷൻസ് പറഞ്ഞു. ദർ വിൽ ബി പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ദ തിങ്സ് എന്നുള്ളതാണ്. 100% if there will be a sign, of course it will happen എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷേ പോസിബിലിറ്റി ഈസ് മച്ച് മോർ ദാൻ കമ്പയറിംഗ് ടു ദ അതർ പേഴ്സൺ. Wherever in the palm the black spot not seems to be a good sign. കയ്യിൽ കാക്കപ്പുള്ളി ഉള്ളത് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സൈനാണ്. അതിന്റെ പ്രഡിക്ഷൻ വേരീസ് ഫ്രം ദ വിച്ച് മൗണ്ട് വി ആർ സീയിങ് ദ ബ്ലാക്ക് സ്പോട്ട്. എനിക്ക് ഇവിടെ ഒരു കാക്കപ്പുള്ളി ഉണ്ട്. ഓക്കെ, അത് മൗണ്ട് ഓഫ് സണ്ണിന്റെ താഴെയല്ല വരുന്നത്, രണ്ടിന്റെ നടുക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കൂടുതലും സൺമൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുമ്പോൾ അത് നമ്മളുടെ ആത്മീയമായുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ നെർവസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയോ ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് അല്ല, അത് സൺഡേ ആണെങ്കിൽ നമ്മുടെ കാഴ്ചശക്തിയിൽ ആൾക്കാരെ വിലയിരുത്തുന്നതിൽ പറ്റുന്ന അപാകതകളും വരാം. അവിടെ നമുക്ക് നെയിം ആൻഡ് ഫെയിമിൽ നമുക്ക് വരുന്ന കുറവുകളും പറയാം. അത് നമുക്ക് ദൈവാധീനം കൊണ്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ചില ഡയറ്റിലും ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ചില ഡെയിലി ഹാബിറ്റ്സും ഒക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മൗണ്ട് പറഞ്ഞില്ല. അടുത്ത മൗണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള മൗണ്ടാണ് ഈ പറയുന്ന മെർക്കുറി മൗണ്ടിൻ്റെയും താഴെയുള്ള ചൊവ്വയുടെയും താഴെ കിടക്കുന്ന മൂൺ മൗണ്ട്. ചന്ദ്രമണ്ഡലം മനസ്സിൻ്റെ കാരകത്വത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഫെമിനിയൻ എനർജിയാണ്. നമ്മുടെ കലാപരമായ വാസന, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഫെമിനിയൻ എനർജി, മാതൃത്വം, ഇതൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എമ്പതി, കമ്പാഷൻ, ഇതെല്ലാം മൗണ്ട് ഓഫ് മൂണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹൗ ദ പേഴ്സൺ വിൽ ബി ക്രിയേറ്റീവ്. അപ്പോൾ ഈ മൗണ്ടിൻ്റെ പ്രൊജക്ഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്കത് പറയാം. പിന്നെ ഈ മൗണ്ട്സിനെ നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് റെപ്രസെൻറ്റ് ഇൻഡൈജഷൻ ഇഷ്യൂസ്. ഫസ്റ്റ് പാർട്ട് ഇൻഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ബേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊജക്ഷൻ ബേസ് ചെയ്തിട്ട് പറയാം. സെക്കൻഡ് പാർട്ട് ബേസ് ചെയ്തിട്ട് യൂറിനറി ഡിസീസസ്, ഇപ്പോൾ ലൈക്ക് യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂസ്, ലേഡീസിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂസ്, സെക്ഷൽ ഓർഗാനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ലാസ്റ്റ് പാർട്ട് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡയബറ്റിക്, ബ്ലഡ് ഷുഗർ ബേസ് ചെയ്തിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ്. മൂന്നാം ഭാഗത്തിൻ്റെ ഹൈലി പ്രൊജക്റ്റഡ് ആണെങ്കിൽ അതിൽ ബി മോർ ചാൻസ് ഓഫ് ബിക്കം എ ഡയബറ്റിക് പേഷ്യൻസ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മഴ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മഴയൊന്നും തടുക്കാൻ നമുക്ക് പഞ്ചഭൂതങ്ങളിലൊന്നും ഒരു മനുഷ്യൻ ഒരു കൺട്രോൾ ഇല്ല. നമുക്കൊരു കുട കരുതാം. അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോവുകയാണ്, ദർ വിൽ ബി എ സ്ട്രൈക്ക് ഹാപ്പനിങ് എന്നെങ്കിൽ ആ റോഡ് വിട്ട് നമുക്ക് വേറെ റോഡിൽ പോവാം. We can't change the script. It is already been written by the Almighty. But വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ സ്ക്രിപ്റ്റ് നന്നായിട്ട് ഡയറക്ടർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കും.
വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സ്ക്രീൻ പ്ലേ വരുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് ആ റോള് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സ്ക്രിപ്റ്റ് അറിയാണ്ട് നമ്മൾ ഭയങ്കര ബോൺ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു വെച്ച് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിൽ ബി എ ഫെയിലുവർ. ഒരു ഡയറക്ടർ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റ് ഡയറക്ടർ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് അതുപോലെ സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റിനാണ് ഒരു ഡയറക്ടർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ ഡയറക്ടർ ആൾമൈറ്റിയ, ഇവിടുത്തെ പ്ലേയേഴ്സ് നമ്മളും. അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വേ യു ആർ ബീൻ ഹിയർ എന്നൊരു സ്പാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണക്റ്റായി. എവിടെയാണ്? മാക്രോ കോസോത്തിൻ്റെ കൂടെ, ബ്രഹ്മാണ്ടത്തിനൂടെ കണക്റ്റായി. ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന പ്രപഞ്ച ശക്തികളുടെയും നമ്മളെന്ന് പറയുന്ന പിണ്ടാണ്ടം എന്ന് പറയുന്ന മൈക്രോ കോസവും തമ്മിലുള്ള കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് അവിടെ നിന്നുള്ള സിങ്ക്രണൈസേഷൻ, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന് പറയില്ലേ, നമ്മൾക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു പേരയ്ക്ക കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ പേരയ്ക്ക കഴിക്കുന്നു, നമ്മുടെ ബോഡി ഡിമാൻഡ്സ് പേരയ്ക്ക. ഒരു പപ്പായ കഴിക്കണമെന്ന് തോന്നി നമ്മൾ പപ്പായ കഴിക്കുന്നു, പക്ഷെ ബോഡി ഡിമാൻഡ്സ് പപ്പായ ഇൻ സയൻറ്റിഫിക്കലി. അതൊരു കണക്ഷനാണ്. നമ്മൾ പറയില്ലേ എനിക്കറിയില്ല എങ്ങനെയോ അത് കണക്റ്റായി എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ നമ്മൾ പ്രകൃതിയിൽ സമർപ്പിക്കണം. നമ്മൾ സറണ്ടർ ടു ദ നാച്ചർ. 100% ഈഗോ അല്ല. സെൽഫ് പ്രൈസിങ് ഈസ് വേഴ്സ് ദാൻ സൂയിസൈഡ് എന്ന് പറയും. ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ പാപകരം. നമ്മൾ പലരും ഈഗോസ്റ്റിക്കാരന് പല കാര്യങ്ങളെ നോക്കിക്കാണുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്കോ. നമ്മളെപ്പോലെയാണ് മറ്റൊരു വ്യക്തി, ആ വ്യക്തി എമ്പതിയും കമ്പാഷൻ തമ്മിലുള്ള ഡിഫറൻസ് അറിയാവോ? വാട്ട് യു മീൻ ബൈ എമ്പതി ആൻഡ് കമ്പാഷൻ? വാട്ട് യു മീൻ ബൈ സിമ്പതി? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എമ്പതി? സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകമ്പയാണ്. സിമ്പതി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ പരിതപിക്കുക, നമ്മളത് സഹതപിക്കുക. അയ്യോ അയാൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ നടക്കാൻ പറ്റില്ലേ. സിമ്പതി ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം. അതാ ഇഷ്ടമില്ല. അത് നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ ഒരു ഷോയ്ക്ക് പോയിട്ട് അയ്യോ നിനക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു രോഗിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു മൊമെന്റ് ഇല്ലേ, സംതിങ് ലൈക്ക് ഇറിറ്റേറ്റിംഗ് ടു ദ പേഴ്സൺ. ഹി ഡസന്റ് ഹാവ് എ ഗുഡ് വേർഡ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അയ്യോ നിനക്കിത് പറ്റി ഇന്റേണലി സന്തോഷിക്കുകയാണ്, എനിക്കിത് വന്നില്ലല്ലോ. ഏതാണ് സിമ്പതി? എമ്പതി എന്ന് പറയുമ്പോൾ സഹാനുഭൂതി. ഇഫ് ഐ ആം ഇൻ ഹർ പ്ലേസ്, I am in his place, what will be my feeling? We are really feeling the feel of the other person. നമുക്ക് വേണ്ടത് എമ്പതി അല്ലേ? നമുക്ക് ആ പേഴ്സൺ, ഇപ്പോൾ താങ്കൾക്കൊരു പ്രശ്നമുണ്ട്, താങ്കളുടെ ഫ്രണ്ട് താങ്കളുടെ പ്രശ്നം നോക്കി സിമ്പതി അല്ല കാണിക്കേണ്ടത്, എമ്പതിയാണ്. പക്ഷെ എമ്പതിനേക്കാളും അഡ്വാൻസ് വേർഷനാണ് കമ്പാഷൻ. അവിടെ ഈ അദ്ദേഹത്തിൻ്റെ മറ്റാളുടെ ഫീല് സ്വന്തം ഫീല് പോലെ എടുക്കുന്നത് എമ്പതിയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് കമ്പാഷൻ. സോ കമ്പാഷൻ ആണ്. അപ്പോൾ ഒരാൾ കാശില്ലാണ്ട് ബുദ്ധിമുട്ട് കാണും, താങ്കൾ അദ്ദേഹത്തിന് നോക്കി അയ്യോ പാവം നിനക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ല അല്ലേ, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പതി. ആ വ്യക്തിയുടെ പെയിൻ സ്വയം ഫീലിംഗ് ആയിട്ട് എടുത്ത് മനസ്സുകൊണ്ട് താങ്കളും വിഷമിക്കുകയാണെങ്കിൽ എമ്പതി. താങ്കൾ കുറച്ച് കാശ് കൊടുത്ത് മോളെ ഹോസ്പിറ്റലിൽ പോ, ട്രീറ്റ്മെൻറ്റ് ചെയ്യ് എന്ന് കാശ് കൊടുത്ത് തോളി തട്ടി ഒരു ഷോൾഡറിൽ ഒരു തട്ടും കൊടുത്തു കഴിഞ്ഞാൽ കമ്പാഷൻ. അപ്പോൾ നമ്മൾ ആ ലെവലിലോട്ട് പോകണ്ടേ? ഇതിനുമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം. കയ്യിൽ നമുക്ക് ചില ആൾക്കാരുടെ ക്യാരക്ടർ നമുക്ക് അറിയുമ്പോൾ എമ്പതിയുള്ള ആളാണോ ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ പ്രൈഡും ഈഗോയും തമ്മിലുള്ള ഡിഫറൻസ്. അതും ഇതുപോലെയാണ്, പ്രൈഡും ഈഗോയും. അത് നമ്മൾ ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ.